ഹലോ കൂട്ടുകാരെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിടിലൻ ഫിലിപ്പീൻ ഹൊറർ മൂവിയാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ പ്രേതം മാത്രമല്ല, ഒരു സൈക്കോ കൂടി വരുന്നുണ്ട്. പാവം നമ്മുടെ നഴ്സായിട്ടുള്ള റോസിന്റെ കഥയാണിത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. ഫിലിപ്പീൻസിലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് നമ്മുടെ നഴ്സായിട്ടുള്ള റോസ് വർക്ക് ചെയ്യുന്നത്. അവളുടെ കാമുകൻ ഇപ്പൊ അവളെ ഇട്ടേച്ച് പോയിട്ടുണ്ട്. സാന്ദ്ര എന്ന് പറയുന്ന അവളുടെ കൊളീഗ് ആയിട്ടുള്ള മറ്റൊരു നഴ്സ് ഇപ്പൊ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഈ ഒരു ഹോസ്പിറ്റലിലെ ജോലി അവൾ മതിയാക്കുകയാണെന്നും പ്രൈവറ്റ് സെക്ടറിൽ എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്, അവിടെ ഇപ്പൊ കിട്ടുന്നതിന്റെ മൂന്നിരട്ടി ശമ്പളം ഉണ്ടെന്നൊക്കെ പറയുകയാണ്. നമ്മുടെ റോസും ഈ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് മാറാനായിട്ട് നോക്കുകയാണ്. കാരണം ഇവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ശമ്പളം കൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. പോരാത്തതിന് അവളുടെ മുൻ കാമുകനായിട്ടുള്ള ഒരു നഴ്സ് ഇപ്പൊ മറ്റൊരു നഴ്സിനെ വളച്ചെടുത്ത് അവളുടെ മുമ്പിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാൻ ഇവൾക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ ഒരു ദിവസം ATM-ൽ നിന്ന് പണം എടുക്കുമ്പോഴാണ് നമ്മുടെ റോസിനെ ഒരാൾ വന്ന് ആക്രമിക്കുന്നത്. എന്നിട്ട് അവളുടെ കയ്യിലുള്ള പൈസ ഒക്കെ കൈക്കലാക്കുന്നു. ശേഷം അവളുടെ ATM കാർഡ് ഉപയോഗിച്ച് പൈസ എടുത്തു കൊടുക്കാൻ പറയുമ്പോൾ എന്റെ അക്കൗണ്ടിൽ 10ന്റെ പൈസ ഇല്ല, അതാ നോക്കെന്ന് പറയുമ്പോൾ അയാളാണെന്നുണ്ടെങ്കിൽ റോസിനെ ശാരീരികമായിട്ട് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ്. റോസ് ഉറക്കെ നിലവിളിക്കാനായിട്ട് തുടങ്ങി. അതുവഴി പോയിട്ടുണ്ടായിരുന്ന ആളുകൾ അത് കേട്ട് അങ്ങോട്ടേക്ക് ഓടി വന്നു. പക്ഷേ ഈ ഒരു വൃത്തികെട്ടവനാണെന്നുണ്ടെങ്കിൽ അവർക്ക് നേരെയും കത്തി ചൂണ്ടിക്കാട്ടി പേടിപ്പെടുത്തുകയാണ്. പക്ഷേ അവന് ഇനി ഇവിടെ നിന്ന പണി കിട്ടുന്നു മനസ്സിലായതോടുകൂടി ആ ഒരു വൃത്തികെട്ടവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. അടുത്ത ദിവസം തന്നെ ഈ ഒരു സിറ്റി വിടാനായിട്ട് നമ്മുടെ റോസ് തീരുമാനിക്കുകയാണ്. കാരണം അത്രയ്ക്ക് വെറുത്തുപോയി ഇവിടുത്തെ ജീവിതം. പെട്ടെന്നാണ് അവക്കൊരു ജോബ് ഓഫർ കിട്ടുന്നത്. ഒരു നഴ്സായിട്ട് ഒരു വീട്ടിലേക്ക് പോകണം, അതും പ്രായമായിട്ടുള്ള പീറ്റർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നോക്കാനായിട്ട്. അങ്ങനെ വീട്ടുകാരോടൊക്കെ ഇപ്പൊ നമ്മുടെ റോസ് യാത്ര പറയുകയാണ്. പോകാൻ നേരം നമ്മുടെ റോസിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മാല അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. നിന്നെ ഉപദ്രവിക്കാനായിട്ട് വരുന്നവരെയൊക്കെ ഈ ഒരു മാല ഉപയോഗിച്ച് നീ അങ്ങ് തീർത്ത് കളഞ്ഞേക്ക് എന്നാണ് ഇപ്പൊ അമ്മ പറയുന്നത്. വീട്ടുകാരെ പിരിയുന്നതിൽ നമ്മുടെ റോസിന് നല്ല വിഷമമുണ്ട്. പക്ഷെ ഈ ഒരു സിറ്റിയിൽ ഇനിയും പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. അത്രയും മുറിപ്പെടുത്തുന്ന ഓർമ്മകളായിരുന്നു റോസിന്റെ മനസ്സിൽ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് റോസ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി പുതിയ ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് ഇപ്പൊ നമ്മുടെ റോസിന്റെ ചിന്ത. ഇപ്പൊ ദേ ഒരു സ്കൂളിന്റെ ഫ്രണ്ടിലായിട്ട് അവൾ ചെന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിൽക്കാനായിട്ടാണ് മാക്ബത്ത് എന്ന് പറയുന്ന യുവതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ മാക്ബത്ത് ഒരു കാറുമായിട്ട് അങ്ങോട്ടേക്ക് വരികയും അവളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുകയാണ്. ഈ വന്നിട്ടുള്ള മാക്ബത്ത് ശരിക്കും പറഞ്ഞ ഒരു കോമഡി പീസാണ്. ഇവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് ലൈനൊക്കെ ഉണ്ടോ? ഇല്ല എന്ന് നമ്മുടെ റോസ് പറയുമ്പോ, നിന്റെ സൗന്ദര്യം വെച്ചിട്ട് നിനക്ക് 4-5 വേണമല്ലോ. വളരെ പെട്ടെന്ന് തന്നെ മാക്ബത്തും റോസും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്. പോകുന്ന വഴി തന്നെ നമ്മുടെ മാക്ബത്ത് റോസിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊരു വലിയ വീടാണ്, പീറ്റർ എന്ന് പറയുന്ന ഒരാളാണ് അവിടെ താമസിക്കുന്നത്. ആൾക്ക് നല്ല വയസ്സായിട്ടുണ്ട്. ഒരു പ്രത്യേക സ്വഭാവമാണ് പുള്ളിക്കാരൻ്റെത്. അപ്പൊ സൂക്ഷിച്ചും കണ്ടും നീ കൈകാര്യം ചെയ്യണം. വേറെ സീനൊന്നുമില്ല, പുള്ളിക്കാരൻ കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഉപദ്രവവും കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് ചില മറവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നീ ഒന്ന് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ നിനക്ക് നല്ല മാറ്റം ഉണ്ടാവും. അത് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ റോസിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കാരണം അവൾക്കും അത് തന്നെയാണ് വേണ്ടത്. അങ്ങനെ മാക്ബത്ത് ഇപ്പോൾ റോസിന്റെ മുറി കാണിച്ചു കൊടുക്കുകയാണ്. ഇത്രയും സൗകര്യമുള്ള മുറി ആദ്യമായിട്ടാണ് നമ്മുടെ റോസ് കാണുന്നത്. പിന്നീട് മാക്ബത്ത് ഇപ്പൊ പീറ്ററിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ റോസിന്റെ അടുത്ത് പറയുന്നത്. പുള്ളിക്കാരൻ ഇത് ഒരു വലിയ റിസോർട്ട് എന്ന രീതിയിൽ നടത്താനായിട്ടൊക്കെ വാങ്ങിയതാണ്. പക്ഷെ പെട്ടെന്നാണ് പുള്ളിക്കാരന് ഡിമെൻഷ്യയും കാര്യങ്ങളൊക്കെ വന്ന് പിന്നീട് ഓർമ്മയും കാര്യങ്ങളൊക്കെ നശിച്ച് ഒരു ചെറിയ കുട്ടിയെ പോലെയാണ് ഇപ്പൊ അയാൾ പെരുമാറുക. അതുകൊണ്ട് തന്നെ നീ ഒന്നും പേടിക്കണ്ട എന്നാണ് ഇപ്പൊ മാക്ബത്ത് നമ്മുടെ റോസിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഇപ്പൊ പീറ്ററിനെ കാണാനായിട്ട് ഇവർ രണ്ടുപേരും പീറ്റർ നിൽക്കുന്ന ആ ഒരു കോട്ടേജിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പീറ്ററിനെ കാണിച്ചു കൊടുത്തു. പുള്ളിക്കാരൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇതാണ് പുതിയ നഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ റോസിനെ മാക്ബത്ത് പരിചയപ്പെടുത്തി. ഒരു നോട്ടം മാത്രം നോക്കിയിട്ട് പീറ്റർ വീണ്ടും കിടന്നുറങ്ങി. മാക്ബത്ത് അപ്പോ നമ്മുടെ റോസിനോട് പറയുന്നുണ്ട്, പുള്ളിക്കാരനെ എന്തായാലും നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നീ വേണ്ട എന്ന് പറഞ്ഞേനെ. പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ മാക്ബത്ത് കാറിനുള്ളിൽ നിന്നും ഒരു തോക്കെടുത്തിട്ട് ഇപ്പൊ റോസിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. റോസ് ഇത് കണ്ടപ്പോ തന്നെ പേടിച്ചു പോയി. ഇത് നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, നീ വേറൊന്നും വിചാരിക്കണ്ട. ഇതൊക്കെ യൂസ് ചെയ്യാൻ ഒട്ടും പാടില്ലെന്ന് ചുമ്മാ ട്രിഗർ ഒന്ന് വലിച്ചാൽ മതി. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണമായിട്ട് എത്താം എന്ന് പറഞ്ഞുകൊണ്ട് മാക്ബത്ത് വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. ആദ്യമൊക്കെ ഈ ഒരു തോക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ റോസിന് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ മാക്ബത്ത് തന്റെ സുരക്ഷയെ കരുതിയിട്ടാണ് ഈ ഒരു തോക്ക് തന്നെന്ന് ഓർത്തിട്ട് ഇപ്പൊ അവൾക്ക് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവളുടെ സാധനങ്ങളും മറ്റൊക്കെ അടുക്കി പെറുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു തോക്ക് എവിടെ വെക്കാന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഇവള് അവിടെ ഉണ്ടായിരുന്ന ഒരു വാർഡ്രോബിൽ തന്നെ ആ ഒരു തോക്കും സൂക്ഷിച്ചു. ഈ ഒരു റിസോർട്ടും പരിസരവും ഒക്കെ നമ്മുടെ റോസിന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൾ അന്ന് രാത്രി അവിടെയൊക്കെ നടന്നു കാണുമ്പോൾ അവളുടെ പുറകിലായിട്ട്
എന്തോ ഒരു സാധനം ഇങ്ങനെ എഴഞ്ഞു പോകുന്നത് നമുക്ക് കാണാം. പക്ഷെ അവൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഉലാത്തലൊക്കെ കഴിഞ്ഞ് അവൾ റൂമിലേക്ക് തന്നെ തിരിച്ചുപോയി. അപ്പോഴും പല സ്ഥലത്തായിട്ടും പലതരത്തിലുള്ള പ്രേതങ്ങൾ അവളിങ്ങനെ ചുമ്മാ നോക്കി നിൽക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് പിടികിട്ടുന്നില്ല. ടോട്ടല് 3 പ്രേതങ്ങൾ ഇപ്പൊ അവളെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ പീറ്ററിന് വേണ്ട ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുക്കുകയാണ് റോസ്. ആദ്യമൊക്കെ പീറ്റർ അതിന് വിസമ്മതിച്ചു. പിന്നീട് ഭക്ഷണത്തിന് കൂടെ വെള്ളം കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ അത് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അങ്ങനെ നമ്മുടെ റോസ് ഫ്രിഡ്ജിൽ നിന്നും ഒരു ഡ്രിങ്ക് എടുത്ത് പുള്ളിക്കാരന് കൊടുത്തു. ആ ഒരു ഡ്രിങ്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അത് മണമണാന്ന് പുള്ളിക്കാരൻ കുടിച്ചു. ഇനിയും ആ ഒരു ഡ്രിങ്ക് തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പീറ്റർ. ഇനിയും ഞാൻ തരാം, പക്ഷേ ഈ ഒരു ഭക്ഷണവും മരുന്നും മര്യാദയ്ക്ക് കഴിക്കണം എന്ന് പറഞ്ഞപ്പോ ശരി ആൻ എന്നാണ് നമ്മുടെ റോസിനെ പുള്ളിക്കാരൻ വിളിക്കുന്നത്. അന്ന് രാത്രി എല്ലാ പണിയും കഴിഞ്ഞിട്ട് റോസ് ഇപ്പോ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തിങ്ങനെ ഇരുന്നിട്ട് ചുമ്മാ പുക വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് എന്തോ വരുന്നതായിട്ട് അവൾക്ക് തോന്നുന്നത്. നോക്കിയപ്പോ ഒരു പ്രേതം അവളുടെ നേരെ വരികയാണ്. ഇവളുടെ വിചാരം ഇത് ഇവൾ ഈ സ്മോക്ക് ചെയ്യുന്ന ആ ഒരു മരുന്നിന്റെ പവർ കൊണ്ടാണെന്നാ. അവൾ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് നോക്കിയപ്പോൾ അവളുടെ തൊട്ടടുത്ത്, അതായത് മുഖാമുഖം ഒരു പ്രേതം വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവൾ ആ ഒരു സിഗരറ്റൊക്കെ വലിച്ചെറിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു പ്രേതം വീണ്ടും വീണ്ടും അവളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. റോസ് വേഗം കോട്ടേജിലേക്ക് കയറിയിട്ട് കതകടച്ചു. പക്ഷെ കതകിൽ ആരോ വന്ന് മുട്ടുന്നുണ്ട്. അവളങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ ഒരു പ്രേതവും ജനലിലൂടെ അവളെ നോക്കുകയാണ്. ഇവളാകെ പേടിച്ചു പോയി. പിന്നീട് ഈ ഒരു പ്രേതം പോയി എന്ന് വിചാരിച്ചിട്ട് അവൾ പതിയെ വാതിലും തുറന്നു നോക്കി. ആ ഒരു പ്രേതം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവള് പേടിച്ച് വിറച്ചിട്ട് വീണ്ടും വാതിലടച്ച് അതിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ ഇവളുടെ കൂട്ടുകാരി കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രഗ്സ് മുഴുവൻ അവൾ അവിടെ ഉണ്ടായിരുന്ന ചെടിക്കൊക്കെ വളമായിട്ട് ഇട്ടു കൊടുക്കുകയാണ്. ഈ ഒരു സാമാനം വലിച്ചു കയറ്റിയിട്ടാണ് എനിക്ക് ഈ പ്രേതങ്ങളൊക്കെ കാണാൻ കഴിയുന്നത് എന്നൊക്കെയാണ് ഇപ്പൊ നമ്മുടെ റോസ് പറഞ്ഞ് പെറുപെറുത്ത് നടക്കുന്നത്. പതിവ് പോലെ പീറ്ററിന് ഭക്ഷണം എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റോസ്. അന്നും ആൻ എന്ന് നമ്മുടെ റോസിനെ അയാൾ വിളിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ അന്തരീക്ഷത്തിലേക്കൊക്കെ നോക്കിയിട്ട് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രിഡ്ജിലുണ്ടായിരുന്ന ആ ഒരു ഡ്രിങ്ക് ഇപ്പൊ നമ്മുടെ റോസിനോട് പറയാതെ തന്നെ പീറ്റർ എടുത്ത് കുടിച്ചിട്ടുണ്ട്. അതില് നമ്മുടെ റോസ് വഴക്കൊന്നും പറയുന്നില്ല. പകരം ഈ ഭക്ഷണവും മരുന്നും മര്യാദയ്ക്ക് കഴിച്ചോളണം എന്നാണ് അവൾ പറയുന്നത്. അതിനുശേഷം അവൾ ഒരു കുളി പാസ്സാക്കാനായിട്ട് ഇപ്പൊ റൂമിലേക്ക് പോകുന്നു. അങ്ങനെ കുളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തുള്ള ആ ഒരു കർട്ടന്റെ പുറകിലായിട്ട് ആരോ ഉണ്ടെന്ന് നമ്മുടെ റോസിന് മനസ്സിലായി. അവൾ പെട്ടെന്ന് തന്നെ ധൈര്യം സംഭരിച്ച് ആ ഒരു കർട്ടൻ മാറ്റി നോക്കി. പക്ഷെ അവിടെ ആരെയും കാണാനില്ല. കുളിയൊക്കെ കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് വാതിൽക്കലായിട്ട് ഒരുപാട് ഐസ് കട്ടകൾ ഇങ്ങനെ അലിഞ്ഞു കിടക്കുന്നത് അവൾ കാണുന്നത്. നോക്കുമ്പോൾ അത് പുറത്തേക്കൊക്കെ ഉണ്ട്. അവളങ്ങനെ ആ ഒരു ഐസ് കട്ടകൾ കിടക്കുന്നത് ഇങ്ങനെ പിന്തുടർന്ന് ഇപ്പൊ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറക്കാനായിട്ട് അവൾക്ക് ചെറിയൊരു പേടിയുണ്ട്. പക്ഷെ രണ്ടും കൽപ്പിച്ച് അവൾ തുറന്നു. എന്തോ ഭാഗ്യത്തിന് അവിടെ പ്രേതം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവള് ഇപ്പൊ ദേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നോക്കുമ്പോൾ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന് മുമ്പിലായിട്ട് ഒരു പ്രേതം ഇപ്പൊ അവളെങ്ങനെ തുറിച്ചു നോക്കുകയാണ്. എന്നിട്ട് അവളെ പിടികൂടാനായിട്ട് ഓടി വരികയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ റോസ് ഞെട്ടി ഉണർന്നു. അവൾ കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു അത്. കുറച്ചല്പം വൈകിയാണ് റോസ് അന്ന് എഴുന്നേറ്റത്. പെട്ടെന്ന് തന്നെ പീറ്ററിന് ഭക്ഷണവും മരുന്നും കൊടുക്കേണ്ട കാര്യം അവൾക്ക് ഓർമ്മ വന്നു. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയിട്ടുണ്ട്. റോസ് വരാത്തതിനെ തുടർന്ന് പീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ആ ഒരു ഡ്രിങ്ക് എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അമ്പട കള്ള, അതെടുത്ത് കുടിച്ചല്ലേ, മര്യാദയ്ക്ക് ഈ ഒരു ഫുഡ് മുഴുവൻ കഴിച്ചോളാം എന്നാണ് ഇപ്പൊ നമ്മുടെ പീറ്ററിന്റെ അടുത്ത് റോസ് പറയുന്നത്. പതിവില്ലാതെ നമ്മുടെ പീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റോസിനോട് സംസാരിക്കുന്നുണ്ട്. അതും ആൻ ആണെന്നാണ് അയാളുടെ വിചാരം. അതായത് മുമ്പത്തെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ പേര് ആൻ എന്ന. അപ്പൊ നമ്മുടെ റോസ് പറയുന്നുണ്ട്, ഞാൻ ആനല്ല, ഞാൻ പുതിയ നേഴ്സാണ്. പക്ഷെ പീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചു കുട്ടിയെ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഇത് ആൻ തന്നെയാണ്, ഇത് ആൻ തന്നെയാണെന്നൊക്കെ. ലാസ്റ്റ് ആയപ്പോ നമ്മുടെ റോസിന് പാവം തോന്നുന്നുണ്ട് അയാളുടെ അവസ്ഥ കണ്ടിട്ട്. എത്രയൊക്കെ സ്വത്തുണ്ടെങ്കിൽ എന്താ, ഇങ്ങനൊരു അവസ്ഥ വന്നാ പെട്ടുപോയില്ലേ. നേരത്തെ പീറ്റർ ആ ഒരു ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി ഡ്രിങ്ക് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ആ ഒരു ഡ്രിങ്കിന്റെ കുപ്പി കാണാനില്ല. അങ്ങനെ അത് അന്വേഷിച്ച് നമ്മുടെ റോസ് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു പൊന്തക്കാട്ടിൽ നിന്ന് അവൾക്ക് അത് കിട്ടുന്നുണ്ട്. ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് അവൾ ആലോചിച്ച് നിൽക്കുന്നത്. റോസ് അവിടെ നിന്ന് പോയതിനു ശേഷം ഒരു കോട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരാള് അവിടെ നിൽക്കുന്നതായും കാണിക്കുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ റോസിനെ തന്നെ നിരീക്ഷിക്കുന്ന ഒരാളാണത്. അങ്ങനെ അന്ന് വൈകിട്ട് നമ്മുടെ പീറ്ററിന് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ചു നേരം റോസ് പുള്ളിക്കാരനുമായിട്ട് സംസാരിച്ചു. എന്തെങ്കിലും കാര്യം പീറ്ററിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുത്താണ് പീറ്റർ മറുപടി പറയുന്നത്. ഈ മൂങ്ങകളുടെയൊക്കെ ഫോട്ടോസ് നമ്മുടെ പീറ്ററിന് വളരെയധികം ഇഷ്ടമാണെന്ന് ഇപ്പൊ നമ്മുടെ റോസിന് മനസ്സിലായി. അവൾ അങ്ങനെ പീറ്ററിനെ ഇപ്പൊ ദേ കിടത്തി ഉറക്കിയിട്ട് അവളുടെ റൂമിലേക്ക് പോവുകയാണ്.
എന്നും ചെയ്യുന്നത് പോലെ തന്നെ അവളൊരു കുളി പാസ്സാക്കുന്നു. അതിനുശേഷം കുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവൾ താഴേക്ക് നോക്കുന്നുണ്ട്. അന്ന് കണ്ടതുപോലെ ആ ഒരു ഐസ് കട്ടകളെങ്ങാനും അവിടെ കിടക്കുന്നുണ്ടോന്ന്. പക്ഷെ ഭാഗ്യത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. റോസ് ഇപ്പൊ നടക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങും പോലും അവളുടെ കയ്യിൽ ആ ഒരു തോക്ക് കരുതുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് അവളുടെ പുറകിലൂടെ ആരോ ഓടിപ്പോകുന്നത് പോലെ അവൾക്ക് തോന്നുന്നത്. അത് ആ ഒരു പ്രേതമായിരുന്നു. ഇവള് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നിനെയും കാണാനുമില്ല. എന്നാലും എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് നമ്മുടെ റോസ് വേഗം റൂമിലേക്ക് കയറി വാതിലടച്ചു. തേച്ചിട്ട് പോയ കാമുകന്റെ പുതിയ വീഡിയോ ഇൻസ്റ്റയിൽ വന്നത് നോക്കി കിടക്കാണ് അവള്. പിന്നീട് അവളുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് അങ്ങനെ ചുമ്മാ കിടന്നുറങ്ങാനായിട്ട് നിൽക്കുമ്പോഴാണ് കട്ടിലിനടിയിൽ നിന്ന് ആരോ കൂർക്കം വലിക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നത്. കട്ടിനടിയിൽ ആരോ ഉണ്ടെന്ന് ഇപ്പൊ അവൾക്ക് ഉറപ്പായി. പെട്ടെന്ന് തന്നെ അവൾ കട്ടിനടിയിലേക്ക് നോക്കുമ്പോൾ ദേ ഒരു കൈ ഇപ്പൊ പുറത്തേക്ക് വരുന്നു. അത് കണ്ടതും ആ ഒരു തോക്കും എടുത്തുകൊണ്ട് അവൾ അവിടെ നിന്ന് ഓടടാ ഓട്ടം. ചുമ്മാ അങ്ങോട്ട് വെടിവെച്ചാൽ മതി. ഇവള് ഈ തോക്കും എടുത്തിട്ട് ഓടി രക്ഷപ്പെടാനായിട്ടാണ് നോക്കുന്നത്. എന്താണെന്നറിയില്ല. റോസ് നേരെ ഓടിപ്പോകുന്നത് പീറ്ററിന്റെ അടുത്തേക്കാണ്. പീറ്റർ കിടക്കുന്ന ആ ഒരു റൂം മൊത്തം സെക്യൂർ ആക്കി അവിടെ മൊത്തം മേശകളും മറ്റൊക്കെ ഡോറിന്റെ അടുത്ത് വെച്ചിട്ട് അവള് ഈ ഒരു തോക്കും പിടിച്ചിരിപ്പാണ്. രാവിലെ ആയിട്ടും അവളുടെ പേടി മാറിയിട്ടുണ്ടായിരുന്നില്ല. ഈ വീടിനടുത്തുള്ള ആരെങ്കിലും അറിയിക്കാനായിട്ട് ഇവളിപ്പോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ ആ ഒരു അജ്ഞാത മനുഷ്യൻ അവളെ പിന്തുടർന്നു വരികയാണ്. ആദ്യമൊക്കെ ഇവള് നടക്കുകയായിരുന്നു. പിന്നീട് ഇറങ്ങി ഓടാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ അയാളാണെന്നുണ്ടെങ്കിൽ ഇവളുടെ പിന്നാലെ തന്നെ വന്നിട്ട് ഇവള് തിരിച്ച് അയാളെ വെടിവെക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും റോസിന്റെ മേലേക്ക് അയാൾ ചാടി വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ റോസിന്റെ ബോധം പോയി. പിന്നീട് അവളാണെന്നുണ്ടെങ്കിൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവളെ ഇപ്പോ ഒരു കസേരയിൽ കെട്ടിയിട്ട നിലയിലാണ്. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല എന്ന് ഈ ഒരു അജ്ഞാത മനുഷ്യൻ പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ പീറ്റർ വന്നിട്ട് അയാളുടെ മണ്ടക്കിട്ട് ഒരു അറ്റടി. അതോടുകൂടി അയാളുടെ ബോധം പോയി. റോസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പീറ്ററിനോട് താങ്ക്സ് ഒക്കെ പറയുകയാണ്. ഹാവൂ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ റോസ് ഒരു വിഷയം കാണുന്നത്. അവൾ കിടക്കുന്ന ബെഡില് അവളുടെ തൊട്ടടുത്തായിട്ട് ഒരു പ്രേതം അവളുടെ മുഖാമുഖം വന്ന് കിടക്കാണ്. ഇത് കണ്ട് നമ്മുടെ റോസ് ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. പിന്നീട് അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ പീറ്റർ അടുത്തുണ്ട്. പകരം ആ ഒരു അജ്ഞാത മനുഷ്യനെ പീറ്റർ ഇപ്പോ കസേരയോട് കൂടി ചേർത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ റോസിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. എന്റെ കാമുകി ഇങ്ങോട്ടേക്ക് നഴ്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ പേര് ആൻ എന്നാണ്. അത് കേട്ടപ്പോ തന്നെ നമ്മുടെ റോസിന് ചെറിയൊരു പന്തികേട് തോന്നുന്നുണ്ട്. മാത്രമല്ല അവൻ തെളിവിനായിട്ട് അവന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഫോണിലെ ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുത്തു. തൊട്ടടുത്ത നിമിഷം തന്നെ അടുത്തിരുന്ന നമ്മുടെ പീറ്ററിന്റെ സ്വഭാവം മാറി. അവനിപ്പോ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. യഥാർത്ഥ വില്ലൻ നമ്മുടെ പീറ്റർ ആണ്, അതും ഒരു സൈക്കോ. ഇതിനു മുമ്പും ഇവിടെ ഒരുപാട് നഴ്സുമാര് വന്നിട്ടുണ്ട്, ആൻ വന്നിട്ടുണ്ട്, അങ്ങനെ പല പേരുകളും അയാൾ പറയുന്നുണ്ട്. എല്ലാത്തിനെയും ഞാൻ നരകം കാണിച്ചിട്ടുണ്ട്, ഇനിയും കാണിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ റോസ് ആണെന്നുണ്ടെങ്കിൽ ആ കിളി പോയി നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന എല്ലാ നഴ്സുമാരെയും വളരെ പൈശാചികമായിട്ട് പീറ്റർ തീർത്തിട്ടുണ്ടായിരുന്നു. അതില് ആനന്ദം കണ്ടെത്തുക, അതാണ് പീറ്ററിന്റെ മെയിൻ കലാപരിപാടി. സ്വിമ്മിംഗ് പൂളിൽ ഇട്ടിട്ട് ഒരു പെൺകുട്ടിയെ തീർത്തു. അതിനുശേഷം പട്ടിയെ കൊണ്ടുപോകുന്ന പോലെ ചങ്ങലക്കിട്ട് ഒരു പെൺകുട്ടി. അന്ന് മരിച്ചു പോയിട്ടുണ്ടായിരുന്ന പെൺകുട്ടികള് പ്രേതമായി വന്ന് ഇത്രയും ദിവസം നമ്മുടെ റോസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലാണ്ട് അവളെ അപായപ്പെടുത്താനായിരുന്നില്ല എന്ന് ഇപ്പൊ നമ്മുടെ റോസിന് മനസ്സിലായി. ഇപ്പൊ ഈ കാണിക്കുന്നത് നമ്മുടെ സൈക്കോ പീറ്ററിന്റെ കുട്ടിക്കാലമാണ്. അവന് അവന്റെ അമ്മ ഒരു ഇരുട്ടുമുറിയിൽ എപ്പോഴും പൂട്ടിയിടുമായിരുന്നു, ചങ്ങലക്കിടുമായിരുന്നു. മാത്രമല്ല അവനെ പൊതിരെ തല്ലുകയും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ചുമ്മാ വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു ദിവസം അവന്റെ അമ്മയെ തന്നെ ഒരു പാത്രത്തിന്റെ കഷ്ണം ഉപയോഗിച്ച് അവൻ തീർത്ത് കളഞ്ഞു. അതിനുശേഷം ആണ് അവൻ ഈ ഒരു പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആരംഭിച്ചത്. ഇത് കേട്ടതും നമ്മുടെ റോസ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് ആരംഭിച്ചു. പക്ഷേ ആ ഒരു ബീച്ച് ബഗ്ഗി എടുത്തിട്ട് നമ്മുടെ പീറ്റർ സൈക്കോ ഇപ്പൊ അവളെ പിന്തുടർന്ന് വരികയാണ്. ഒരുവിധം അവളിപ്പോ ഒരു കാട്ടിനുള്ളിലെ ഔട്ട് ഹൗസിലായിട്ട് ഒളിച്ചു നിൽക്കുകയാണ്. പക്ഷെ അങ്ങോട്ടേക്ക് പീറ്റർ വന്നിട്ട് പലതരത്തിലുള്ള ഈ മൂങ്ങാള് സൗണ്ട് ഉണ്ടാക്കൂലേ, അതുപോലെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ വളരെ അരോചകമായിട്ടാണ് നമ്മുടെ റോസിന് തോന്നുന്നത്. ഒരു സ്ഥലത്ത് വെച്ച് റോസിനെ അയാൾ പിടികൂടുകയും പിന്നീട് ഒരു മുറിയിൽ കൊണ്ടുപോയി വരിഞ്ഞു കെട്ടി ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് പല രീതിയിൽ അവളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് തടയാനായിട്ട് ആ ഒരു പയ്യൻ ശ്രമിച്ചു. പക്ഷെ അവനെയും അയാള് നിഷ്കരുണം തീർത്തു കളഞ്ഞു. ഈ ഒരു കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സൈക്കോയ്ക്ക് വിശന്നു. പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്ന നമ്മുടെ റോസ് നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അവളോട് ഇപ്പോ അയാൾക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ നമ്മുടെ റോസ് പാവം എങ്ങനെയൊക്കെയോ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അയാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്റെ ആ ഒരു ഡ്രിങ്ക് ഇങ്ങോട്ട് എടുക്കടി എന്ന് പറയുമ്പോൾ ആ ഒരു ഡ്രിങ്കും നമ്മുടെ റോസ് എടുത്തു കൊടുക്കുന്നു. അവൾ അയാൾക്ക് നേരെ എറിഞ്ഞാണ് കൊടുക്കുന്നത്. നീ ആരാടി എന്നും പറഞ്ഞുകൊണ്ട്, എന്നാ പിന്നെ നിന്നെ അങ്ങോട്ട് തീർത്ത് കളയാം അല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അയാളുടെ നാക്കാണെന്നുണ്ടെങ്കിൽ കുഴയാനായിട്ട് തുടങ്ങി. സംഭവം ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവരുടെ അമ്മ
സിനിമയുടെ തുടക്കത്തിൽ ഒരു മാല വെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല പോയിസൺ ഉണ്ടായിരുന്നു. ആ ഒരു പോയിസൺ ഇപ്പോൾ അരച്ച് കലക്കിയിട്ടാണ് ഇയാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ റോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പാവം സൈക്കോ പീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലത്ത് വീണ് പെടയാനായിട്ട് ആരംഭിച്ചു. ഇത് കണ്ട് രസിക്കുകയാണ് നമ്മുടെ റോസ്. പെട്ടെന്നാണ് വാതില് ഒരു മുട്ട് കേൾക്കുന്നത്. അവൾ അങ്ങനെ പുറത്തു പോയി നോക്കിയപ്പോൾ ആ ഒരു പ്രേതമായിരുന്നു അത്. അത് അവൾക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കുന്നു. ദേ അങ്ങോട്ടേക്ക് പോ എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മുടെ റോസ് അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോൾ മറ്റൊരു പ്രേതം വന്നിട്ട് വേറെയും ഒരു വഴി കാണിച്ചു കൊടുക്കുന്നു. ഇതെന്താ സംഭവം എന്ന് ഇവക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ ഒരു പ്രേതങ്ങൾ തന്നെ ഉപദ്രവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ ആ ഒരു ഡോറ് കണ്ടുപിടിച്ച് അതിനുള്ളിലേക്ക് കയറി. ആ ഒരു കാഴ്ച കണ്ട് അവൾ ഞെട്ടിപ്പോയി. ഇതിനു മുമ്പ് ഇയാളെ നോക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന എല്ലാ നഴ്സുമാരെയും ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അയാള്. ഈ ഒരു ഫ്രീസറിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു ഐസ് കട്ട അവളുടെ കുളിമുറിയിൽ വന്നു കിടക്കുന്നതിന്റെ കാരണം മനസ്സിലായില്ലേ? അങ്ങനെ റൂമിലേക്ക് പോയിട്ട് അവിടുത്തെ അലമാരിയിൽ നിന്ന് ഒരുപാട് പണം എടുത്ത് തന്റെ ബാഗിലേക്ക് വയ്ക്കുകയാണ് അവൾ. ഇന്ന് രണ്ടുമല്ല, ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഇയാൾ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. പിന്നീടാണ് അവിടെ നിന്നും ഒരു കല്യാണ ഫോട്ടോ കിട്ടുന്നത്. അതായത് മാക്ബത്ത് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ അറിവോടുകൂടി മാക്ബത്ത് എന്ന് പറയുന്നത് ഈ ഒരു പീറ്ററിന്റെ ഭാര്യ കൂടിയാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും നമ്മുടെ മാക്ബത്ത് അങ്ങോട്ടേക്ക് വന്നു. ഉടൻ തന്നെ ഒട്ടും അമാന്തിക്കാതെ നീയും കൂടി ഇതിന് കൂട്ടുനിന്നല്ലേടി എന്നും പറഞ്ഞ് നമ്മുടെ റോസ് ഒരൊറ്റ പൊട്ടിക്കല്. അതോടുകൂടി മാക്ബത്തിന്റെ കഥ കഴിഞ്ഞു. പിന്നീട് കാണുന്നത് ആശുപത്രിയിൽ കിടക്കുന്ന നമ്മുടെ റോസിനെയാണ്. അവളുടെ അടുത്തേക്ക് പോലീസുകാർ വന്നിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. മറ്റൊരു കാര്യം കൂടി ഈ ഒരു പോലീസുകാർ പറഞ്ഞു. അതായത് പീറ്ററിന്റെ ശരീരം അവിടെ ഒന്നും കണ്ടെത്താനായില്ല. അതോടുകൂടി റോസ് ആകെ ഭയന്നിരിക്കുകയാണ്. പീറ്റർ വീണ്ടും അവളെ തീർക്കാനായിട്ട് വരുമോ എന്നൊരു സീനം കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.